നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2016 ആണ്ടിൽ ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കുവാനായി നിതാന്ത ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിക്കേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. എന്നാൽ പലപ്പോഴും ഒരു പൂർണ്ണതയിലെത്തിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ മാനസിക സംഘർഷമുണ്ടാകുമെങ്കിലും ആത്മസംയമനത്തോടു കൂടിയത് ആയിട്ടുള്ള സമീപനവും ആത്മനിയന്ത്രണത്തോടു കൂടിയതായിട്ടുള്ള സമീപനവും സ്വീകരിക്കേണ്ടതാണ് എന്നതാണ് പറയേണ്ടത്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പലപ്പോഴും നഷ്ടങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം പണം മുതൽ മുടക്കുന്നതും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നതുമാവുന്നതും ഒഴിവാക്കേണ്ടതാണ്. സ്വന്തം കഴിവുകേടുകളെ കൊണ്ട് അബദ്ധങ്ങളും അനിഷ്ടങ്ങളും വന്നു ചേരുമെങ്കിലും യാതൊരു കാരണവശാലും അന്യരെ പഴി പറയരുത് എന്ന് പറയുന്നു. അവിചാരിതമായിട്ടുള്ള നഷ്ടങ്ങളെ കൊണ്ടൊരു പക്ഷേ പ്രതീക്ഷിച്ചതിലുപരി ഈ ഉള്ള സ്ഥലത്ത് നിന്ന് മാറി താമസിക്കേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ കാലാവസ്ഥയുടെ വ്യതിയാനത്താൽ നഷ്ടങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ സ്വല്പം പലപ്പോഴും വ്യതിചലനം വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ വിപരീതമായിട്ടുള്ള സമീപനം മനോവിഷമത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പദ്ധതി സമർപ്പണം, ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ പരമാവധി ആഗസ്റ്റ് മാസം വരെ ഒഴിവാക്കുകയായിരിക്കും നന്നാവുക. ഏതൊരു കാര്യവും വളരെ ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മനിയന്ത്രണത്തോടുകൂടി സമീപിക്കേണ്ടതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചികിത്സ പലപ്പോഴും ഫലിക്കുവാനാണ് സാധ്യതയുള്ളത്. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ഏതൊരു കാര്യത്തെയും വളരെ ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനകളോടുകൂടി മാത്രമാണ് സമീപിക്കേണ്ടത്. അത്തം നക്ഷത്രക്കാരുടെ ഈ 2016 ആണ്ടിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.